എൻ്റെ ശരീരത്തിൽ എന്തോ ഇതുണ്ട് അത് അയാൾ ചേർന്നുള്ളൊരു പേര്. നെഗറ്റീവ് എനർജി അങ്ങോട്ട് കയറുന്നു. ഇയാൾക്കൊരു കാല് വേദന വന്നാൽ, ഒരു കൈ വേദന വന്നാൽ, ഒരു തലവേദന വന്നാൽ ഹോസ്പിറ്റലിൽ പോവില്ല. അയാൾ ആ സാമ്യം വിളിക്കും. കാലത്തിൽ ഭസ്മം കൊണ്ടത് ഉറങ്ങുമ്പോൾ തലയ്ക്ക് മേല്, കട്ടിലിൻ്റെ കാലിൽ, കുടിക്കുന്ന ഭക്ഷണത്തിൽ, വെള്ളത്തിൽ ഭസ്മം കൊണ്ടുവന്ന് നമ്മൾ കാണാതെ കൊണ്ടുവന്ന് അതിൽ കട്ടിലൊക്കെ ചെയ്യും. ഈ ആഭിചാരത്തിൻ്റെയും അന്ധവിശ്വാസങ്ങളുടെയും കഥകൾ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സ് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഒരു ആഭിചാര ക്രിയ കൊണ്ട് അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസം കൊണ്ട് ഒരു സ്ത്രീ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു സംഭവമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടു. ഭർത്താവ് പോയി, ഒറ്റ മകൻ ഉണ്ടായിരുന്നു, ആ മകനെല്ലാം നഷ്ടപ്പെട്ട ഒരു പാവപ്പെട്ട നമ്മുടെയൊക്കെ ബീന ചേച്ചി. ശരിക്കും പറഞ്ഞാൽ ആ ചേച്ചിയുടെ ഇരിപ്പ് കാണുമ്പോൾ തന്നെ വലിയ സങ്കടമുണ്ട്. ബീന ചേച്ചി ജീവിതത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എൻ്റെ രത്നം ചുരുക്കി ഞാൻ പറഞ്ഞുതരാം. ഈ ഭർത്താവിന് ഭയങ്കരമായിട്ടുള്ള അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ദുർമന്ത്രവാദിയുടെ കയ്യിലാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം. അങ്ങനെ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ വിശ്വാസം. ഒരു അമാനുഷ്യ ശക്തി എനിക്കുണ്ട്, ഞാൻ പറയുന്നതെല്ലാം സംഭവിക്കും, എനിക്കൊരു ഭയങ്കര ശക്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ നടക്കുന്നത്. അങ്ങനെ ഈ സ്ത്രീയുമായിട്ട് അല്ലെങ്കിൽ ബീന എന്ന് പറയുന്ന ആ വൈഫുമായിട്ട് കൂടിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ശക്തി നഷ്ടപ്പെടും അത്രയും. അതുകൊണ്ട് രായ്ക്ക് രാമാനം കുട്ടിയും വലിച്ചിറക്കിക്കൊണ്ട് അയാൾ എവിടെയോ പോയി. ശരിയല്ലേ? ശരിക്കും പറഞ്ഞ് ബീന ചേച്ചിക്ക് ശരിക്കും പറഞ്ഞ് അത്രയ്ക്ക് അസ്വസ്ഥതയുണ്ട്, ശാരീരികമായിട്ട് വളരെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഒരു പക്ഷേ സംസാരം അത്ര തിരിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കാരണം ചേച്ചിക്ക് അത്ര ബുദ്ധിമുട്ടുണ്ട് അല്ലേ, സംസാരം അത്ര തിരിയുന്നില്ല, തിരിയാതെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് വ്യക്തമാക്കി കൊടുക്കാം ചേച്ചി പറയുമ്പോഴത്തേക്കേ. അപ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞ സത്യമല്ലേ, ചേച്ചിയുടെ കൂടെ കൂടി കഴിഞ്ഞാൽ അയാളുടെ ശക്തി നഷ്ടപ്പെടും. ശക്തി നഷ്ടപ്പെടും. അയാൾക്ക് അതിയുള്ളതായ രീതിയിൽ നിലനിൽപ്പാണ്. ഇയാൾ ഭയങ്കര അന്ധവിശ്വാസിയായിരുന്നു. അയാൾ ദിവസം അവരുമായിട്ടുള്ള കണക്ഷനാണ്. ഈ മന്ത്രവാദം കേട്ടോ. അത് എവിടെ ഉണ്ടോ ആര് പറഞ്ഞാലും അവരെല്ലാം പോകും. പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യും. പൂജയും കാര്യങ്ങളെല്ലാം ചെയ്യും. അവർ പറയുന്ന സ്ഥലത്ത് പോകും. അവിടെ ചെന്ന് മെനക്കെട്ട് അവിടെ ചെന്നിരുന്ന് അവർ പറയുന്നത് കേട്ടിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മളോട് അത് രജിസ്ട്രേഷൻ ചെയ്യുന്ന രീതിയിൽ നമ്മളോട് വന്നിട്ട് അത് സംസാരിക്കും. അവരങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, നീ അങ്ങനെ പോകുന്നതാണ്, ഞാൻ ഇങ്ങനെ പോകുന്നതാണ്, ഞാൻ മറ്റുള്ളവരുടെ പിറകെ പോകുന്നതാണ്, ഞാൻ ജോലിക്കല്ല പോകുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ആഹാരം പോലും അയാൾക്ക് വിശ്വാസമില്ല. അത് ഇങ്ങനെ ആഹാരത്തിൽ ഭസ്മം കൊണ്ടത് ഉറങ്ങുമ്പോൾ തലയ്ക്ക് മേല്, കട്ടിലിന്റെ കാലില്, കുടിക്കുന്ന ഭക്ഷണത്തില്, വെള്ളത്തില് ഭസ്മം കൊണ്ടുവന്ന് നമ്മൾ കാണാതെ കൊണ്ടുവന്ന് അതിൽ കട്ടിലെല്ലാം ഊരിപ്പറത്തും. നമ്മൾ ഭസ്മം കൊണ്ടുവന്ന് ഊരിപ്പറത്തും. അതുപോലെ കുടിക്കുന്ന വെള്ളത്തില്, ആഹാരത്തില് നമ്മൾ ആഹാരവും വെള്ളം കൊടുക്കണം. അത് ഇല്ല, നമ്മൾ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് അയാൾക്ക്. അപ്പൊ അയാളുടെ ഉള്ളിലൊരു ശക്തിയുണ്ട്, അത് ഇല്ലാതായിപ്പോ. അതുകൊണ്ട് വീട്ടിൽ നിന്ന് കഴിക്കാതെ അയാളുടെ ഹോട്ടലിൽ അത് അയാൾക്ക് മാത്രമേ അറിയാവൂ. ഇപ്പൊ ചേച്ചിയുടെ കൂടെ കൂടി കഴിഞ്ഞാൽ ചേച്ചിയുടെ കൂടെ കിടന്നാൽ അയാളുടെ ശക്തി നഷ്ടപ്പെടും. അതാണ് അയാളുടെ ചിന്ത. അതാണ് അയാളുടെ ചിന്ത. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഒഴിവാക്കാന്ന് എന്നോട് എല്ലാവരും പറഞ്ഞതാണ്, പണ്ടേ പറഞ്ഞതാണ്. ഇയാൾ ശരിയല്ല, ഇയാൾ ഒഴിവാക്കി കിട്ടിയത്. ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് വരികയാണ്. കല്യാണം കഴിച്ചു ഇല്ല, അയാളുടെ കൂടെ ഇറങ്ങിപ്പോയി. ചേച്ചി മുസ്ലിം അല്ലേ? അയാള് ഹിന്ദുവാണ്. അതുകൊണ്ട് ചേച്ചിയെ വീട്ടിൽ നിന്ന് പുറത്താക്കി. എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഈ പാവം വീണിച്ച അവസ്ഥ എന്ന് പറഞ്ഞാല് ഭയങ്കര കഷ്ടം കേട്ടോ. സ്നേഹിച്ച പുരുഷനെ വിശ്വസിച്ചുകൊണ്ട് അവിടെ പോയി ഇറങ്ങി തിരിച്ച് അവസാനം സ്വന്തം വീട്ടുകാർ ഇറക്കി വിട്ടിരിക്കുവാണ്. ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ് കഴിയുന്നത്, ആരും സഹായിക്കാൻ പോലും ഇല്ല. ഈ വാടക വീടല്ലേ ചേച്ചി അല്ലേ? അപ്പം ഇപ്പോൾ ഭർത്താവ് ഒരു സുപ്രഭാതത്തിൽ അയാൾക്ക് ശക്തി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് മകനെയും വിളിച്ചിറക്കിക്കൊണ്ടു അല്ലേ? ഇത് കണ്ട്, ഇതാണ് ബീന ചേച്ചിയുടെ മകൻ. ഈ പയ്യനെയും വിളിച്ചിറക്കിക്കൊണ്ട് പോയി. നല്ല മോനായിരുന്നു, നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഞാൻ പ്രൈവറ്റ് സ്കൂളിൽ ഫീസ് കൊടുത്താൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഇതിനെ ഈ മോനെ എന്തിനാ ഇറക്കിക്കൊണ്ട് പോയത്? മോനെ കൊണ്ടുപോയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ശല്യം ആവുമായിരുന്നു. കാരണം ഞാനില്ല. മകന് ശക്തി ഉണ്ടെന്ന് പറയുന്നില്ലേ? മകന് എൻ്റെ കൂടെ നിന്നാൽ അവൻ്റെ ശക്തി നഷ്ടപ്പെടും. അപ്പൊ മകന് എൻ്റെ കൂടെ നിൽക്കണ്ട, അവൻ്റെ കൂടെ നിർത്തുന്നു ഏതോ ഒരു മന്ത്രവാദി പറഞ്ഞു. ഏതോട് പറഞ്ഞു കൊടുത്തു. അപ്പൊ മോനെ വേണമെന്നുള്ള പ്രശ്നമായി. പിന്നെ എനിക്ക് സ്വസ്ഥത ഇല്ലാതെ വന്ന് എന്നെ ജീവിക്കാൻ സമ്മതിക്കാതെ വന്നപ്പോൾ പോലീസ് സ്റ്റേഷൻ വഴി ഞാൻ മോനെ അയാൾക്ക് കൊടുത്തു. അപ്പോൾ ഒരു അമ്മ ഏറ്റവും വലിയ കണ്ണീരോടെ സ്വന്തം മകനെ കൊടുക്കുകയാണ്. എനിക്ക് വേറെ നിവൃത്തി ഇല്ലാതെ സ്വന്തം മകനെ അയാൾ വിചാരിച്ചിരിക്കുകയാണ്. ഈ വീണ ചേച്ചി സ്വന്തം അമ്മയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ കൊച്ചിന്റെ ശക്തി നഷ്ടപ്പെടും. ആ കൊച്ചിന് എന്തോ ശക്തിയുണ്ട്, അതുകൊണ്ട് ആ ശക്തി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അയാൾ കൂട്ടിക്കൊണ്ടുപോയി അല്ലേ? പിന്നെ ആൺകുട്ടിയല്ലേ, നാളെ വലുതായി അവന് സ്വന്തം കാലിൽ നിൽക്കാതായി. അപ്പം അവനെ കൊണ്ട് അവന് എന്തൊക്കെയോ
ഇങ്ങനെ ഒരു വലിയ സ്വപ്നം അവന് കണ്ടു. അപ്പം മോൻ എൻ്റെ കൂടെ വേണം. അപ്പൊ ഇയാൾക്ക് ശക്തി വല്ലതും ഉണ്ട്, കഴിവെല്ലാം ഉണ്ട് ഇയാൾക്ക്? അയാൾക്ക് ഉണ്ടോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അയാൾ മുറിയിൽ പൂസയെ അടച്ചിരുന്നു, മുറിക്കകത്തിരുന്നു പൂജ ചെയ്യുന്നതാണ്. രാത്രി പുറത്ത് കൊണ്ടുപോയി കത്തിക്കുന്നതെല്ലാം ഞാൻ കാണാറുണ്ട്. ഞാൻ പക്ഷെ അതൊന്നും ചോദിക്കാറില്ല. കാരണം നമുക്കതിന് എനിക്ക് തന്നെ മെന്റലി എനിക്ക് തന്നെ ഒരു വല്ലാത്തൊരു ഇതായിപ്പോൾ ഇയാൾ കാണിക്കുന്നത് അയൽവക്കത്തുള്ളവർ എന്നെ. പക്ഷെ എനിക്കൊന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് പിന്നെ നിവസമില്ലാതെ വന്നപ്പോൾ ഞാൻ ഒഴിവാക്കേണ്ടി വന്നു. എൻ്റെ ദേഹത്തെ കൈ വെച്ചപ്പോൾ ഞാൻ ഒഴിവാക്കി. ഏത് മന്ത്രവാദി ഇയാളെ പറഞ്ഞു വിടുന്നത്? അയാൾക്ക് എവിടെയല്ലോ ഉണ്ടോ അവിടെയല്ലോ, അതൊന്നും പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല. ഇങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഈ ഇയാളുടെ ദേഹത്ത് ദൈവിക ശക്തി ഉണ്ടെന്ന് അയാളെ വിചാരിക്കുന്നു. മറ്റുള്ളവർ അയാളെ പറഞ്ഞു ബസ്സിരിക്കുന്നതും അങ്ങനെയാണ്. കാസർഗോഡ് തിരുവനന്തപുരം വരെ. ആരുടെ? പ്രേമകുമാറിനെ പറഞ്ഞ് മനസ്സിലാക്കി. പ്രേമകുമാറെ, നിന്റെ ദേഹത്തൊരു ശക്തിയുണ്ട്. ഈ സ്ത്രീയോടൊപ്പം ജീവിച്ചാൽ നിന്റെ ശക്തി നഷ്ടപ്പെടും, നിനക്ക് കിട്ടാനുള്ള സ്വർഗ്ഗം നഷ്ടപ്പെടും എന്നൊക്കെ പറയും ഏതോ മന്ത്രവാദി പുള്ളിയെ ബ്രെയിൻ വാഷ് ചെയ്തു. അതുകൊണ്ട് പുള്ളി ഇവിടെ ഈ ഇവർ കൊടുക്കുന്ന ആഹാരവും വെള്ളവും ഈ കൂടെ കിടക്കുന്നത് പോലും ഇല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം പറയുന്നില്ലേ? അതുപോലും പേടിയാണ്. അത് നമ്മളെന്തോ എൻ്റെ ശരീരത്തിൽ എന്തോ ഇതുണ്ട്, അത് അയാൾ ചേരും എന്നുള്ളൊരു പേര്. ചേച്ചിയുടെ നെഗറ്റീവ് എനർജി അങ്ങോട്ട് കയറുന്നു. വിശ്വാസമുണ്ടോ? എനിക്കറിയില്ല. ഇത്രയും പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ അയാളൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത് വിശ്വാസം ഇപ്പോഴും. ഞാൻ എന്നിട്ട് ഡോക്ടേഴ്സ് കൊണ്ടുപോയി അയാളെ നേരെ ആക്കാൻ വേണ്ടി. പക്ഷെ അയാൾ ഡോക്ടർ പറയുന്നത് ഇന്ന് ഒരിക്കലും അയാളെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റില്ല. ഒന്നിൽ ഇയാളെ കൊല്ലും, അല്ലെങ്കിൽ ഇയാൾ അയാളെ കൊല്ലും. ഞങ്ങൾ രണ്ടിൽ ആരെങ്കിലും ഒരാൾ. ഞാൻ കൊല്ലാൻ വേണ്ടി നെഗറ്റീവ് എനർജി ഉണ്ടോ? എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല. എനിക്ക് ഞാൻ ഇപ്പോഴും ഇത്തരത്തിൽ ഞാൻ ജീവിച്ചില്ല. ഞാൻ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ആരോട് വേണോ ചോദിച്ചു നോക്കിയിട്ട് ഞാൻ എന്താണെന്ന് ഇവിടെ ഉള്ളവർ പറഞ്ഞു തരും. എനിക്ക് എന്തോ ഒരു ശരീരത്തിലുണ്ട്, അത് അയാളിൽ ചേരും. അപ്പൊ അയാളുടെ ദൈവശക്തി നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ബന്ധം കട്ട് ചെയ്ത് പോയത്. കൊച്ചിനെ പഠിച്ചിറക്കൊണ്ട് പോയി. ഇപ്പൊ എന്ത് ചേച്ചി അസുഖം എന്താ ഉള്ളത്? ഇപ്പൊ എനിക്ക് ക്യാൻസർ പേഷ്യന്റ് ആണ് അല്ലേ? ഇപ്പൊ എങ്ങനെ ജീവിക്കാനുള്ള മാർഗമൊക്കെ എന്തോ? ഇപ്പൊ എന്നെ എല്ലാവരും എന്നെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സഹായം കൊണ്ട് ഇപ്പൊ ഞാൻ മുമ്പോട്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ട സ്ത്രീയാ. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ്. മുകളിൽ ആശാസം താഴെ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. ഇപ്പം സ്വന്തം എന്ന് പറയാനകത്ത് വേറെ ഒന്നും തന്നെ ഇല്ല. ഞാനൊരു വേറെ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്വരുക്കോസ് വെച്ചതായിരുന്നു. പക്ഷെ കരയേരി നമ്മൾ ഞാൻ പറഞ്ഞ ചേച്ചിയുടെ അവസ്ഥ കണ്ട് നമ്മൾ സഹായിക്കാൻ വേണ്ടി വന്നു. കാര്യം ഈ ന്യൂസ് കാണുന്ന ആരെങ്കിലും ചേച്ചി സഹായിക്കട്ടെ. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബെനിച്ചിയുടെ അവസ്ഥ ഭയങ്കര കഷ്ടമാണ്. കുറേ നാളായിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ? സ്വന്തം വശമില്ലാത്തതുകൊണ്ട് ആരും മുമ്പിലും പോയി കയ്യിൽ വെച്ചാൽ എന്നെ കൊണ്ട് പറ്റില്ല. അല്ല ഞാൻ ചികിത്സിക്കാൻ നല്ല പൈസ ആവത്തില്ലേ? ഞാൻ ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് 3,80,000 രൂപ ഹോസ്പിറ്റലിലും എൻ്റെ ട്രീറ്റ്മെൻറ്റിനും മാത്രമായി. അതല്ല എൻ്റെ കയ്യിൽ തന്നെ അത് പോയത്. ഞാൻ കയ്യിൽ വെച്ചിരുന്നത് എല്ലാം എൻ്റെ അസുഖത്തിന്. സ്വന്തം വീട്ടിലെടുത്ത് പോകാത്ത എന്താ? അച്ഛനും അമ്മയും ഇല്ലേ? അച്ഛനും അമ്മയില്ല, രണ്ടുപേരും പോയി. രണ്ടുപേരും പോയി. സഹോദരൻ അതുണ്ട്. പക്ഷെ ഞാൻ ആദ്യത്തെ പോകുന്നില്ല. പോയവർ സ്വീകരിക്കത്തില്ല, പുറന്തള്ളിയതാ. ഇയാളോട് ഇറങ്ങി വന്നോണ്ട് ആണോ? ഇയാളോട് ഇറങ്ങി വന്നോണ്ട് പുറന്തള്ളിയതാ. അതെ. അതിനുശേഷം ഞാൻ പോയിട്ടില്ല. എന്തായാലും ഇനി പോവില്ല എന്ന് ഞാൻ തീരുമാനിച്ചത്. കാരണം ഞാനകത്ത് ഇറങ്ങി പോയതാണ്. അവരെന്നെ ഇറങ്ങി വിട്ടതല്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ലാസ്റ്റ് വരെ ഇനി അങ്ങനെ തന്നെ പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അവരാരും ബുദ്ധിമുട്ടിട്ടുണ്ട്, ആരും ശല്യപ്പെടുത്തുന്നുണ്ട്. ഈ രോഗം വന്ന കാര്യമൊക്കെ പുള്ളിക്ക് അറിയാമോ? അറിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് പോലും ഒരു സഹായം പോലും ഒന്നുമില്ല. ഈ മകനെ കാണുന്ന ആഗ്രഹമില്ലേ? ഞാൻ പോയായിരുന്നു മോനെ കാണാൻ വേണ്ടി 2 വർഷം പോയായിരുന്നു. ഞാൻ അവൻ്റെ ബർത്ത്ഡേക്ക് ഇതുപോലെ ഏപ്രിൽ 12-ാം തീയതി അവൻ്റെ പിറന്നാളായിരുന്നു. അന്ന് ഞാൻ സാധനം മാറ്റി നിന്നിട്ട് ഞാൻ മോനെ കാണാൻ പോയപ്പം അവൻ എന്നെ കാണാൻ നിന്നില്ല. അവൻ്റെ അച്ഛൻ പറഞ്ഞു എന്നെ കാണരുത്, എന്നെ കാണാൻ നിൽക്കരുത്. ഞാൻ കൊണ്ടുപോയ സാധനം മാറ്റി കഴിക്കരുത്. ഞാൻ അതിനകത്ത് എന്തെല്ലോ ആശിച്ച് കൊണ്ട് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ആ ഭക്ഷണം കഴിക്കരുത് പറഞ്ഞു. ആ കുഞ്ഞ് എൻ്റെ കയ്യിൽ ആ സാധനം വാങ്ങിച്ചില്ല. അവൻ്റെ മനസ്സിനെ പറഞ്ഞു. അവനൊന്ന് പറഞ്ഞ അച്ഛനെന്ന് പറഞ്ഞ ഭയങ്കര ഇതാണ്. അവൻ അച്ഛൻ പറയുന്നതിൻ്റെ അപ്പുറം ഒന്നുമില്ല. പക്ഷെ അവനൊന്നും മാറ്റി കൊടുത്തിട്ടല്ല. പക്ഷെ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല.
പക്ഷെ ഒരു വല്ലാത്തൊരു അവരുടെ അച്ഛനും മോനും തമ്മിൽ വല്ലാത്തൊരു അല്ല അവനെയും ചെറുപ്രായത്തിൽ അങ്ങനെ അവന്റെ മനസ്സിൽ കയറ്റി നെഗറ്റീവ് എനർജിയാണ് വീണ ചേച്ചി നെഗറ്റീവ് എനർജിയാണ്, അടുക്കരുത്, നിന്റെ ശക്തി നഷ്ടപ്പെടുന്നൊക്കെ ഉള്ള രീതി അവന് ക്ലാസ് എടുത്തിട്ടാണ്. അവൻ അങ്ങനെ പറഞ്ഞ് അവന്റെ മനസ്സിനെ മാറ്റി അവനും മാനസികമായിട്ട് അവനും അതിലോട്ട് പോയി. എത്ര വർഷമായി മോനെ കണ്ടിട്ട്? ഇപ്പൊ 2 വർഷം. ഫോട്ടോ നോക്കട്ടെ. 2 വർഷം കഴിഞ്ഞു. 2 വർഷം. ഇപ്പൊ കാണുമ്പോൾ വിഷം വരത്തില്ലേ? ഇപ്പം ഞാൻ അന്ന് കണ്ടപ്പോഴത്തേക്ക് മെലിഞ്ഞു. എൻ്റെ ദിവസം പോകുമ്പോൾ ഇന്ന് നല്ല ഉണ്ടായിരുന്നത്, നല്ല തലയും മണ്ണും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ പോയപ്പം മെലിഞ്ഞു, ഏതാണ്ട് കൊലക്കമ്പി പോലെ ഒരു വല്ലാത്തൊരു വേഷത്തിലായിരുന്നു ഞാൻ കണ്ടത്. ഇത് ശരിക്കും പറഞ്ഞാലേ ചേച്ചിയുടെ ജീവിതം നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു പാഠമാണ്. കാരണം വെച്ചാൽ ഈ ദുർമന്ത്രവാദം, അന്ധവിശ്വാസം കൊണ്ട് ജനങ്ങൾ ഇങ്ങനെ പൊറുതിമുട്ടുകയാണ്. നിങ്ങളുടെ ജീവിതം നശിച്ചത് ഈ അന്ധവിശ്വാസം കൊണ്ടല്ലേ? എന്നിട്ടും അവരെല്ലാം ഇതിന്റെ പുറകെ പോവുകയാണല്ലോ. അതാണ് അതിനേക്കാളും വലിയ പറയുന്നതൊന്നും അവര് വിശ്വസിക്കുന്നില്ല. ചേച്ചിയുടെ അനുഭവം വെച്ച് പറ, ഇങ്ങനെ പോകുന്നവർക്ക് എന്താ പറയാനുള്ളത്? പോകുന്നവര് എന്തായാലും അവരുടെ ലൈഫിൽ ഒന്നും അവര് സമ്പാദിക്കാൻ പോകുന്നില്ല. അവര് സ്വസ്ഥത സമാധാനം ഇല്ലാത്ത ഒരു ഞാൻ അതിന്റെ സാക്ഷിയാണ്. ഈ 17 വർഷം കൊണ്ട് ഞാൻ അനുഭവിച്ചതൊന്നും ചില്ലറയൊന്നുമില്ല. പക്ഷെ എൻ്റെ സാമ്പത്തികവും പോയി, ജീവിതവും പോയി. എനിക്ക് അതിൻ്റെ സങ്കടമില്ല. പക്ഷെ അയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയെല്ലാം ചെയ്തിട്ടും അയാൾ ആ കുഞ്ഞിനെ പോലും എനിക്ക് തന്നില്ല എന്നുള്ളതിൽ എനിക്ക് വിഷമമില്ല. അയാൾ പോയി പണ്ട് മുതലേ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ പോയി ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ മുതലാണ് ശരിക്കും ഇത് ഇല്ലാതെ പോകുന്നത്. ജോലിക്കല്ല, ഇങ്ങനെ ഈ മന്ത്രവാദികളുടെ പോകുന്നത്. അവിടെ പോയി ഇരിക്കും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ അവർ കൊടുക്കുന്ന സാധനങ്ങളുമായിട്ട് വീട്ടിൽ വരും. ഇയാൾക്കൊരു കാല് വേദന വന്നാൽ, ഒരു കൈവേദന വന്നാൽ, ഒരു തലവേദന വന്നാൽ ഹോസ്പിറ്റലിൽ പോവില്ല. അയാൾ ആ സാമ്യം വിളിക്കും. അപ്പം നമ്മളെ മുമ്പിൽ ഇരുന്നിട്ടാണ് അയാളെ വിളിക്കുന്നത്. അത് ഒരുപാട് സ്ഥലത്ത് നെടുമങ്ങാട് എന്ന എത്രയോ പേരുണ്ട്. ഇയാളുടെ കാസർഗോഡ് മുതലേ ഇയാളെ ചെയ്യുന്നുണ്ട്. അപ്പം അവരെടുത്ത് പോവും, അവരെ വിളിക്കും. അവർ പറയും ഭസ്മം ഇട്ടാൽ അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. അപ്പോൾ എന്തെങ്കിലും വെള്ളം വാങ്ങിച്ച് കുടിക്കില്ല, ആഹാരം കഴിക്കില്ല. ഞാൻ അതിലെന്തോ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളത് അയാൾ അവർ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതാണ്. അപ്പം അയാൾ പറയുന്നത് എന്താണോ അതാണ് ഇയാളുടെ വേദവശം. ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതം പോയി, എൻ്റെ ജീവിതം നമ്മുടെ കൊച്ചും പോയി, എല്ലാം പോയി. ശരി പറഞ്ഞ ഇത് കാണുന്ന പ്രേക്ഷകർ ഞാൻ മാത്രമേ തീർച്ചയായിട്ടും നമ്മുടെ ബീന ചേച്ചി സഹായിക്കാൻ നല്ല മനസ്സുള്ള സഹായിക്കുക. കാരണം വേറെ ഒന്നുമല്ല, ജീവിതത്തിൽ ഒറ്റപ്പെട്ട ഒരു സ്ത്രീയാണ്. സ്വന്തമായിട്ട് വീട് ഒന്നുമില്ല. ഇത് വാടക എത്ര? 5000 രൂപ വാടക കൊടുത്തേക്കാണ് ജീവിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഇതിനകത്ത് അക്കൗണ്ട് നമ്പർ ചേച്ചിട്ട് കൊടുക്കാം. നല്ല മനസ്സുള്ള ആൾക്കാർ, ഒരുപാട് ആൾക്കാർ നമ്മുടെ പ്രോഗ്രാം കാണും. വേറെ വഴിയില്ലാത്തതുകൊണ്ടല്ലെങ്കിൽ ഞാനത് ചെല്ലൂലായിരുന്നു. പക്ഷെ ഇപ്പം എൻ്റെ അവസ്ഥ കരച്ചിലിനകത്ത് എല്ലാം ഉണ്ട്. കാര്യം മന്ത്രവാദം, അന്ധവിശ്വാസം കൊണ്ട് ജീവിതം നശിച്ച, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു വ്യക്തിയാണ് ബീന ചേച്ചി. തീർച്ചയായിട്ടും നല്ല മനസ്സുള്ള ഒരു ചേച്ചിയെ സഹായിക്കുക. ഇപ്പം ട്രീറ്റ്മെൻറ്റ് എല്ലാ ആഴ്ചയും പോകുന്നുണ്ടല്ലേ? ഇപ്പം 16-ാം തീയതി അടുത്ത റിവ്യൂന്ന് പോകുന്നു. ജോലിക്ക് പോകാൻ വേണ്ടി ഞാൻ നോക്കി. പക്ഷെ എൻ്റെ ശരീരം ഞാൻ ശരിക്കും ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പം അത് കഴിച്ചോ? വല്ലതും വെച്ചോ? ഞാൻ രാവിലെ കഞ്ഞി വെച്ചു. പക്ഷെ കുടിച്ച് നോക്കണേ സാധാരണ കുടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞാൻ പോയത്. അതുകൊണ്ടാണ് കാരണം ശരിക്കും ഇതിനകത്ത് കഴിയുമ്പോൾ വല്ലാത്തൊരവസ്ഥ. നേരത്തെ നന്നായിട്ട് സംസാരിക്കുമായിരുന്നു ചേച്ചി? ഞാൻ നേരത്തെ നന്നായിട്ട് സംസാരിക്കും. നാക്കിൽ ഇതുണ്ടല്ലേ? നാക്കിൽ ക്യാൻസർ ഉണ്ടല്ലേ? കണ്ട് ഈ സൈഡാണ് കട്ട് ചെയ്ത് മാറ്റിയത്. കഴുത്തിലുണ്ടല്ലേ? അപ്പൊ ഇതിനകത്ത് നല്ല പൈസ ചികിത്സിക്കാവും. 3,70,000. സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഇപ്പം? ഇല്ല, സംസാരിക്കണമെന്ന് തന്നെ പറഞ്ഞത്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നാശത്തിന് വരുമല്ലോ. ഇതൊക്കെ പെട്ടെന്ന് ഭേദമാവും ചേച്ചി. ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട് കേട്ടോ. ദൈവം അങ്ങനെ ശിക്ഷിക്കത്തില്ല. ഞങ്ങളുടെ ഒരുപാട് പ്രാർത്ഥനയുണ്ട്. മാത്രമല്ല മനസ്സമാധാനമുള്ള ജീവിതം കിട്ടട്ടെ. ഒരുപാട് പോകണമെങ്കിൽ ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ അതുപോലെ ഇല്ലെന്ന് പോകുന്നില്ല, അറിയില്ല. പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒരു പണി ഹെൽപ്പ് ചെയ്ത് തന്നെ പറ്റൂ. അല്ലാതെ എൻ്റെ മുമ്പിൽ വേറെ വഴിയില്ല. എന്തായാലും അത് മനസ്സാക്ഷിയുള്ളവർ തീർച്ചയായിട്ടും ബീന ചേച്ചിയുടെ ഈ അവസ്ഥ കൊണ്ട് സഹായിക്കട്ടെ. ഒരിക്കലും അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. ഒരിക്കലും ചെയ്യരുത്. നമുക്ക് നമ്മളെ ജീവൻ തന്ന ദൈവത്തിനുള്ള അധികാരം ജീവൻ എടുക്കാനുള്ളത്. നമുക്കങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. എന്തായാലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ്. ആഭിചാരക്രിയ കൊണ്ട് ഒന്നും നേടത്തില്ല, ജീവിതം നശിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ചേച്ചിയെ സഹായിക്കും, മനസ്സുള്ള സഹായിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവിടെ അവസാനിപ്പിക്കുന്നു. ഇനി മറ്റൊരു അറിയാ കഥയുമായി വീണ്ടും ഞാനെത്തും. അതുവരേക്കും